ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഈ മാംഗോ സീസണിൽ നമുക്ക് മാംഗോ വെച്ചൊരു അടിപൊളി റീഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ബോബയാണ് ഉണ്ടാക്കേണ്ടത്. ബോബ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിൽ 1 സ്പൂൺ ടാപ്പിയോക്ക പൗഡറും 1 സ്പൂൺ മാംഗോ പ്യൂരി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്ത്, പിന്നെ മൈക്രോവേവ് ചെയ്ത് അതിലോട്ട് കുറച്ചുകൂടി ടാപ്പിയോക്ക പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കണം. ഈ ഡോ നന്നായിട്ട് നമ്മൾ കയ്യിലൊന്നും ഇട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി പൗഡർ ഇട്ട് ഒന്ന് നന്നായി പരത്തിയെടുത്താൽ മതി. അപ്പോൾ അത് റെഡിയായി കിട്ടും. പരത്തിയതിന് ശേഷം നമ്മൾ റോളാക്കി എടുക്കുക. റോള് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കുക. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാംഗോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഈ ചൂടുകാലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഡ്രിങ്കാണിത്. കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇനി നമുക്ക് വേവിക്കണം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഈ ബോൾസ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലോട്ട് ഞാൻ ആദ്യമായിട്ട് മാംഗോ പ്യൂരി ഉണ്ടാക്കി വെച്ചതുണ്ട്. അതിലോട്ട് ഞാൻ റെയിൻബോ മിൽക്ക് ആഡ് ചെയ്ത് പിന്നെ ഫ്രഷ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചു. നമ്മൾ ബോൾസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതൊന്ന് റിൻസ് ചെയ്തതിൻ്റെ ശേഷം അതിലോട്ട് ഒരിത്തിരി തേൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അത് നമുക്കിത് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബോൾസിലോട്ട് നമ്മൾ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റിഫ്രഷിങ് ഡ്രിങ്ക് റെഡി.